നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരുന്ന് വിൽപ്പനയ്ക്ക് പുതിയ മാനദണ്ഡം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. എല്ലാ മരുന്നുൽപാദകരും വിൽപ്പനക്കാരും വിവരങ്ങൾ ഓൺലൈനായി പുതിയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഹൃദയാഘാതവും പക്ഷാഘാതവും തടയുന്ന പുതിയ മരുന്ന് കണ്ടെത്തി. വിപ്ലവകരമായ കണ്ടെത്തലെന്ന് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ. ഉത്കണ്ഠാരോഗമായ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് കാരണമായ പ്രോട്ടീനിനെ കണ്ടെത്തി. മരുന്ന് വിൽപ്പനയ്ക്ക് പുതിയ മാനദണ്ഡം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. ഇനി മുതൽ എല്ലാ മരുന്നുൽപാദകരും വിൽപ്പനക്കാരും വിതരണക്കാരുമെല്ലാം വിവരങ്ങൾ ഓൺലൈനായി പുതിയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. കയ്യിലുള്ള എല്ലാ സ്റ്റോക്കിന്റെയും വിൽപ്പന നടത്തിയവയുടെയും വിവരം കൈമാറണം. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉൽപാദകർക്ക് കൈമാറുമ്പോഴും വിവരം അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നാർക്കോട്ടിക് പോലെ തീവ്രതയേറിയ മരുന്നുകൾ ആവശ്യപ്പെടുന്ന രോഗികളുടെയും ഡോക്ടറിന്റെയും പേരും വിവരങ്ങളും കൃത്യമായി അറിയിച്ചിരിക്കണം. പോർട്ടലിൽ രേഖപ്പെടുത്താതെ മരുന്നുകൾ ഇറക്കുമതി ചെയ്യരുതെന്നും കർശന മുന്നറിയിപ്പുണ്ട്. ഹൃദയാഘാതവും പക്ഷാഘാതവും തടയുന്ന പുതിയ മരുന്ന് കണ്ടെത്തി. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഫലപ്രദമായി ഈ മരുന്ന് കുറയ്ക്കും. ഇവാലോഗുമാബ് എന്നാണ് മരുന്നിന്റെ പേര്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രോഗത്തിനെതിരെയുള്ള ഈ മരുന്ന് മികച്ച കണ്ടെത്തലുകളിലൊന്ന് എന്നാണ് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ വിലയിരുത്തുന്നത്. 27,000 രോഗികളിലാണ് മരുന്ന് പരീക്ഷിച്ച് വിജയിച്ചത്. 1.5 കോടി ആളുകളാണ് പ്രതിവർഷം ഹൃദയാഘാതവും പക്ഷാഘാതവും മൂലം ലോകത്ത് മരിക്കുന്നത്. നിലവിൽ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ സ്റ്റാറ്റിനാണ് നൽകി വരുന്നത്. എന്നാൽ ഇവാലോഗുമാബ് എന്ന പുതിയ മരുന്ന് സ്റ്റാറ്റിനേക്കാളും ഫലപ്രദമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, സ്റ്റാറ്റിൻ ഉപയോഗിച്ച് ഫലപ്രാപ്തി ലഭിക്കാത്തവർക്കും ഈ മരുന്ന് വിജയം കാണുന്നുണ്ട്. അണുബാധയ്ക്കെതിരെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കും പോലെയാണ് ഇവാലോഗുമാബ് കൊളസ്ട്രോളിനെതിരെയും പ്രവർത്തിക്കുന്നത്. കരളിലെ PCSK9 എന്ന പ്രോട്ടീനെതിരെയാണ് പ്രധാനമായും ഇവ പ്രവർത്തിക്കുക. ഇഞ്ചക്ഷനായാണ് മരുന്ന് നൽകുക. മരുന്നിനെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ന്യൂ ഇംഗ്ലണ്ട് എന്ന ജേണലിൽ ലഭ്യമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ വിപ്ലവകരമായ കണ്ടെത്തലാണ് ഇവാലോഗുമാബ് എന്ന മരുന്ന്. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. പ്രമേഹവും കൊളസ്ട്രോളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എൻഡോക്രൈനോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ അരുൺ എസ് മേനോനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, പ്രമേഹമുള്ളവരിൽ കൊളസ്ട്രോൾ കൂടിയ അളവിൽ ഉണ്ടോ എന്ന് അറിയുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്? പ്രമേഹമുള്ളവരിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെക്കാളും വളരെ നമ്മൾ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ടാണ് എടുക്കാറ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷുഗറിൻ്റെ കൂടെ പ്രഷർ ഉണ്ടാവും പലർക്കും. ഇത് രണ്ടും നമ്മുടെ രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതിനോടൊപ്പം മൂന്നാമതൊരു അസുഖം കൊളസ്ട്രോൾ ലെവൽ കൂടിയിരുന്നാൽ അത് മൂന്നും കൂടി ആകുമ്പോൾ മൂന്നും കൂടിയിരിക്കുന്ന ആളുകളിലാണ് ഏറ്റവും അധികം റിസ്ക് ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാൻ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. കൊളസ്ട്രോൾ ലെവൽസ് ഡയബറ്റീസ് ഉള്ളവരിൽ വളരെ പ്രധാനമാണ്. ഇനി അതിലൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കുകയാണെങ്കിൽ അത് പലപ്പോഴും നോർമലായിട്ടിരിക്കും ഡയബറ്റീസിൽ. അപ്പോൾ അതുകൊണ്ട് മാത്രം കൊളസ്ട്രോളിൻ്റെ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല. അത് സ്ഥിരം രോഗികൾ നമ്മളോട് ഡിസ്കസ് ചെയ്യും പറയുന്നതാണ്, എൻ്റെ ടോട്ടൽ കൊളസ്ട്രോൾ 210 ഉള്ളൂ, അതിനിപ്പോൾ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ അത് പലപ്പോഴും ഡയബറ്റീസ് ഉള്ളവരിൽ കൂടുതലായിരിക്കും പ്രൊപ്പോർഷണലി. HDL കുറവായിരിക്കും. അപ്പോൾ ടോട്ടൽ നോക്കിയാൽ വലിയ കൂടുതലില്ലെങ്കിലും ആ റേഷ്യോയിൽ വ്യത്യാസം വരും. അതൊന്ന്. പിന്നെ രണ്ടാമത്, ഈ LDL കൊളസ്ട്രോളിൽ തന്നെ നമ്മൾ പലതരം ഇത് പറയുന്നത്, നമ്മൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആലോചിക്കണം കൊളസ്ട്രോളിൻ്റെ. നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ക്വാണ്ടിറ്റി മാത്രമാണ്. അത്രയ്ക്കൊരു സിംപ്ലിസ്റ്റിക് അല്ല ഈ കാര്യങ്ങൾ. ക്വാളിറ്റി ഓഫ് LDL എന്ന് പറയുന്നൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കുറേ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് അത്തരോജനിക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഈ കൊളസ്ട്രോളിന് കൂടുതലായിരിക്കും ഡയബറ്റീസ് ഉള്ളവർ. അപ്പോൾ നമ്മൾ നമ്പർ നോക്കുമ്പോൾ നോർമൽ തോന്നിയാലും അത് കൊണ്ട് ഉണ്ടാകാനുള്ള പ്രോബ്ലംസ് കൂടുതലായിരിക്കും. അത് പലപ്പോഴും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പലരെയും. കാരണം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർ നോർമൽ കൊളസ്ട്രോൾ ആണെങ്കിൽ പോലും ഡയബറ്റീസ് ഉള്ളവരിൽ ചികിത്സ നമ്മൾ അഡ്വൈസ് ചെയ്യും. ചികിത്സ അവസാനം വരുന്ന സ്റ്റെപ്പാണ്, നമുക്ക് ഡയറ്റും ഇതൊക്കെ നോക്കാനുണ്ട്. പക്ഷേ അതിന് എന്തായാലും ചികിത്സ പലപ്പോഴും അഡ്വൈസ് ചെയ്യുമ്പോൾ രോഗികൾക്ക് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ കൊളസ്ട്രോൾ കൂടുതലല്ല, പക്ഷേ എന്തിനാണ് എനിക്ക് ചികിത്സ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉള്ള കൊളസ്ട്രോൾ പോലും
നമുക്ക് ചീത്തയായിരിക്കും. അതിൻ്റെ ക്വാളിറ്റി തന്നെ മോശമാണ്. അപ്പോൾ അതിനെ പലപ്പോഴും ചികിത്സിക്കും. അപ്പോൾ ഇത് ഡയബറ്റീസിലുള്ളൊരു വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കാർഡിയോ വാസ്കുലർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക്കാണ് നമ്മൾ നോക്കുന്നത്. ആ റിസ്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് ഉടനെ തന്നെ കൂടിക്കഴിഞ്ഞു. ഷുഗറുണ്ട്, പ്രഷറുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് കൂടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ചികിത്സിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കും വരാനുള്ള ചാൻസ് കുറയ്ക്കുക. അതിനോടൊപ്പം മറ്റ് അവയവങ്ങൾക്ക് വരുന്ന ഡാമേജുകളും വളരെ പ്രധാനമാണ്. അതും നമുക്ക് കുറയ്ക്കണം. പക്ഷേ കൊളസ്ട്രോൾ ചികിത്സിക്കേണ്ടത് ഡയബറ്റീസ് ഉള്ളവരിൽ വളരെ പ്രധാനമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തന്നെ കൊളസ്ട്രോളിൻ്റെ ചികിത്സയിലായിരിക്കണം എന്നാണ് അവർ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കുക. കാരണം അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസാണ് നമുക്ക് പല സ്റ്റഡീസിൽ നിന്നും തന്നെ കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ, ഈ പ്രമേഹമുള്ളവരിൽ കൂടിയ അളവിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെ സങ്കീർണതയുണ്ടാക്കാം? ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, പല പ്രാവശ്യം പറഞ്ഞു, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കുമാണ് ഏറ്റവും നമുക്ക് പേടി ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. അത് രണ്ടും ഷുഗർ ഉള്ളവരിൽ വളരെ കൂടുതലാണ്. അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കൊളസ്ട്രോളിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മൂന്നും കൂടെ ചേരുമ്പോഴുള്ള പ്രോബ്ലംസാണ്. പക്ഷേ ഏറ്റവും എല്ലാ അസുഖങ്ങളും രക്തക്കുഴലുകളുടെ ആണ് എഫക്റ്റ് ചെയ്യുന്നത്. രക്തക്കുഴൽ നമ്മൾ പറയുമ്പോൾ വലിയ രക്തക്കുഴലുകളുണ്ട്, മാക്രോ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. അതാണ് നമ്മുടെ ഹാർട്ടിനെയും നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന കുഴലുകളെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ചെറിയ രക്തക്കുഴലുകൾ, അതിനെയും ബാധിക്കും ഇതേ അസുഖങ്ങൾ. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കണ്ണിൽ റെറ്റിനോപ്പതി, പിന്നെ കിഡ്നിയിൽ നെഫ്രോപ്പതി, പിന്നെ നമ്മുടെ കാലിലേക്കുള്ള രക്തക്കുഴലുകൾ. അത് വലുതും ചെറുതുമുണ്ട്. പക്ഷേ എല്ലാ ചെറിയ രക്തക്കുഴലുകളാണല്ലോ ആദ്യം അടഞ്ഞു പോകുന്നത് പലപ്പോഴും. അപ്പോൾ അതെല്ലാം ഈ രക്തക്കുഴലുകളെല്ലാം അടയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ പറയുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഷുഗർ മാത്രം കൂടി നിൽക്കുന്നതുകൊണ്ടല്ല ഉണ്ടാകുന്നത്. ഷുഗർ കൂടി നിൽക്കുന്നത് കുറയ്ക്കണം, അത് പ്രധാനമാണ്. അതിനോടൊപ്പം പ്രഷർ കൂടി നിൽക്കുന്നത് കുറയ്ക്കണം. അതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ നമുക്ക് ചികിത്സിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ റിസ്കുകളും ഒന്നിച്ച് കുറച്ചാലേ നമുക്ക് പൂർണ്ണമായ ഒരു ഫലം കിട്ടുള്ളൂ. അത് പലപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. ഷുഗറിലെ ലെവൽ മാത്രം നോക്കും, ഷുഗർ മാത്രം കൺട്രോൾ ചെയ്യും, അതുകൊണ്ടെല്ലാം ശരിയായി എന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോയെന്ന് വരും. പക്ഷെ അത് ശരിയല്ല. പലപ്പോഴും ഇത് മൂന്നും കൂടെ ചേർന്നാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ രക്തക്കുഴലുള്ള അസുഖം, ചെറിയ രക്തക്കുഴലുള്ള അസുഖം, ഇത് രണ്ടുമാണ് കൊളസ്ട്രോൾ കൊണ്ട് മറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. പ്രമേഹവും കൊളസ്ട്രോളും എന്ന വിഷയമാണ് ആരോഗ്യ വാർത്തകൾ എന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ഡോക്ടർ, പ്രമേഹ രോഗികളിൽ കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും? പ്രമേഹമുള്ളവരിൽ മറ്റെല്ലാവരെ പോലെ തന്നെ പ്രധാനമായ 2 ഘടകങ്ങളാണ് നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്: ഡയറ്റും എക്സസൈസും. എല്ലാവർക്കും അത് പ്രധാനമാണ്, പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ അതിൽ തന്നെ വളരെ പ്രത്യേകമായി നമ്മൾ ഡയബറ്റീസ് ഉള്ളവരിൽ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറ്റ് ആദ്യം എടുക്കുകയാണെങ്കിൽ, ഡയറ്റിൽ നമ്മൾ കൊഴുപ്പ് മാത്രം കുറയ്ക്കുന്ന കാര്യമല്ല സംസാരിക്കുന്നത്. നമ്മൾ ഒരു ബാലൻസ് ഡയറ്റിലേക്ക് പോകാൻ നമുക്ക് പറ്റണം. അതാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അളവുകൾ കുറയ്ക്കണം. അത് ഡയബറ്റീസ് ഷുഗർ കുറയ്ക്കാൻ മാത്രമല്ല, ഷുഗറും അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് വരുന്ന ബാക്കി എല്ലാ ഭവിഷ്യത്തുകളും കുറയ്ക്കാൻ വളരെ പ്രധാനമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ലെവലുകൾ നമ്മൾ കുറയ്ക്കണം. കൊഴുപ്പ് നമ്മൾ കൺട്രോൾ ചെയ്യണം.
ഇനി അടുത്തിടയ്ക്ക് കൊഴുപ്പ് കൺട്രോൾ ചെയ്യുന്നതിനെപ്പറ്റി ഗൈഡ് ലൈൻസുകളിൽ കുറേ ചേഞ്ച് വന്നു. അതിൻ്റെ കുറച്ച് ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതുമാത്രം കുറച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഡയറ്റിൽ മാത്രം അത് മാത്രം കുറച്ചുകൊണ്ട് എല്ലാ അസുഖവും മാറുന്നില്ല. നമ്മൾ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ്. നമ്മളെല്ലാ ആഹാരപദാർത്ഥത്തിൽ എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവന്നാലേ പറ്റൂ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വെജിറ്റബിൾസ്, പച്ചിലവർഗ്ഗങ്ങൾ കൂട്ടുന്നത്, ബാലൻസ്ഡ് ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ പോർഷൻ നമ്മൾ ഒരു ദിവസം വേണ്ട അളവ് കഴിക്കുക. ഇതെല്ലാം തന്നെ പ്രധാനമാണ്. പ്രോട്ടീൻസ് ധാരാളം കഴിക്കുക. അപ്പോൾ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ കൊളസ്ട്രോൾ ഷുഗറിനോടൊപ്പം തന്നെ കൊളസ്ട്രോളും പ്രഷറും കൺട്രോൾ വരുള്ളൂ. അപ്പോൾ ഡയറ്റ് വളരെ പ്രധാനമാണ്. അത് എന്നും പ്രധാനമാണ്, ഇന്നും പ്രധാനമാണ്. അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊഴുപ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡയറ്റിൽ നിന്ന് മാത്രമല്ല നമുക്ക് കൊളസ്ട്രോളിൻ്റെ അസുഖം ഉണ്ടാകുന്നത്. പലപ്പോഴും ഇത് നമുക്ക് ഫെമിലിയലായിട്ട് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊണ്ട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ ഡയറ്റ് കൊണ്ട് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡയറ്റ് പ്രധാനമാണ്, പക്ഷേ ഡയറ്റ് കൊണ്ട് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് മാത്രത്തിലല്ല ഫോക്കസ്. അപ്പോൾ ചിലപ്പോൾ മരുന്നുകളോ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഹെറിഡിറ്ററി ഒരു വലിയ ഘടകമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഡയറ്റിൽ നമ്മൾ ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. കംപ്ലീറ്റ് ആയിട്ട് കൊഴുപ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ്സ് ഉണ്ടായെന്ന് വരില്ല. പക്ഷേ എന്നാലും നമ്മൾ എന്ന് പറഞ്ഞ് എന്തും നമുക്ക് കൊഴുപ്പുകൾ എല്ലാ ദിവസവും ഫ്രൈഡ് ഫുഡും ഇതും കഴിക്കാമെന്ന് അർത്ഥമേ വരുന്നില്ല. അതിൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് എവിടെയും പറയുന്നില്ല. അത് നമുക്ക് എന്തുകൊണ്ട് ചീത്ത ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഓയിലുകൾ, മോശമായിട്ടുള്ള ഓയിലുകൾ കഴിക്കൽ, ഇപ്പോഴത്തേക്ക് പല പ്രോസസ്ഡ് ഫുഡുകളിലും പിന്നെ നമ്മൾ ഈ ഫ്രൈഡ് ഫുഡുകളിലൊക്കെ ഉള്ള ഈ ട്രാൻസ് ഫാറ്റ് എന്നൊക്കെ പറയുന്ന തരം കൊഴുപ്പുകൾ വളരെ ചീത്തയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല ഓയിലുകൾ ഉപയോഗിക്കുക. നല്ല കൊഴുപ്പുള്ള നമ്മളിപ്പോൾ എഗ്ഗ് അങ്ങനത്തേലൊക്കെ നമ്മൾ കഴിക്കുന്നതിനൊന്നും തെറ്റില്ല. അതിൻ്റെയൊക്കെ അളവുകൾ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നേ പറയുന്നുള്ളൂ. വ്യായാമവും ഭക്ഷണക്രമവും കൂടാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചികിത്സയാണുള്ളത്? അപ്പോൾ നമുക്ക് ഡയറ്റും എക്സസൈസും നമ്മളെല്ലായ്പ്പോഴും ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്തിട്ടും കൊളസ്ട്രോൾ ലെവൽ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഷുഗർ ഉള്ളവരിൽ നമുക്ക് അത് ഒരു വലിയ റിസ്ക് തന്നെയാണ്. അത് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എഗെയിൻ ഞാൻ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. പലരും വന്ന് പറയും, ഇല്ല അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മരുന്നെടുക്കായിരിക്കും. അത് അവർ ശ്രമിക്കാത്തതുകൊണ്ടല്ല അത് കുറയാത്തത്. അത് അസുഖത്തിൻ്റെ ഭാഗമായി കൂടി നിൽക്കുന്നതാണ്. ഹെറിഡിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് കൂടി നിൽക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ തന്നെ ഫലിക്കുള്ളൂ. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഡയബറ്റിസ് ഉള്ള ആളുകളിൽ ഒന്നാമത് തന്നെ റിസ്ക് കൂടുതലാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാൻ. അവർക്ക് പ്രഷർ ഉണ്ടാവും മിക്കവാറും. അതുകൊണ്ട് തന്നെ റിസ്ക് പിന്നെയും കൂടും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് വളരെ കൂടുതലുള്ള ആളുകളിൽ കൊളസ്ട്രോൾ ലെവൽസ് ഒരുമാതിരി നോർമലാണെങ്കിൽ പോലും അതിന് മരുന്നുകൾ വളരെ ഉപയോഗപ്രദമാണ്. അപ്പോൾ വ്യായാമം വേണം, ഡയറ്റ് വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു ഡോസിൽ ചിലപ്പോൾ മരുന്നും വേണ്ടി വരും. അത് അതുകൊണ്ട് ആ ഒരു മരുന്ന് പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്ന് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നതാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിച്ച് വരുന്ന മരുന്നുകളിലൊന്നാണ്. സ്റ്റാറ്റിൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മരുന്നാണ്. അത് എസ്പെഷ്യലി ഷുഗറുള്ളവരിലും ഹാർട്ട് അറ്റാക്കും മറ്റസുഖങ്ങളും വന്നിട്ടുള്ളവരിലും അതിലൊരു സംശയമില്ല. അതിൽ വളരെ ക്ലിയറായിട്ട് പ്രൂഫുള്ളതാണ്. ഇനി സ്റ്റാറ്റിൻസ് ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരിൽ ഉപയോഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു കോൺട്രവേഴ്സ്യലാണ്. അപ്പോൾ വെറുതെ എല്ലാവരും വാങ്ങിച്ച് കഴിക്കണമെന്നല്ല. പക്ഷേ ഷുഗർ പോലത്തെ അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായി വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വന്നിട്ടുള്ളവരിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഉപയോഗമേ ഉള്ളൂ എന്നുള്ളത്. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ് സ്റ്റാറ്റിൻ. അതിന് സൈഡ് ഇഫക്ട്സ് വളരെ കുറവേ ഉള്ളൂ. ചിലർക്ക് ജോയിൻറ്റ് പെയിൻസ്, കുറച്ച് മസിൽ ഏക്സ് വരാം. ഇനി അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ആ മരുന്ന് നിർത്തിയാൽ അത് പോകും. അപ്പോൾ ഈ അസുഖം കൊണ്ടൊരു വാദമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആർക്കും. പക്ഷേ ആ മരുന്ന് കഴിക്കുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ മസിൽ പെയിൻസോ ഏക്സോ വരാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് അറിഞ്ഞാൽ മതി. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിർത്തി കഴിഞ്ഞാൽ അത് മാറും. പക്ഷേ അത് വരുമെന്ന് പേടിച്ച് നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം അത് നമ്മൾ വരുമോ എന്ന് സംശയിച്ചിട്ട് ഉപയോഗിക്കാതിരുന്നാൽ അത് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു ഹാർട്ട് അറ്റാക്കാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ
അതിൻ്റെ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ, മെഡിസിനിലായാലും നമ്മൾ ജീവിതത്തിൽ എന്തിലായാലും റിസ്ക്കും ബെനിഫിറ്റും തമ്മിലുള്ള ഒരു ബാലൻസാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിൻ പോലത്തെ ഒരു ടാബ്ലറ്റ് ഡയബറ്റിസ് കൊണ്ട് ഹാർട്ട് അറ്റാക്കിന് റിസ്ക് കൂടിയ ആളുകളിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് റിസ്കുകളെക്കാളും വളരെ വളരെ കൂടുതലാണ്. ലോങ് ടേമിൽ നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിച്ച് സ്റ്റാറ്റിൻ കൊണ്ട് ഒരു പ്രശ്നമുള്ളതായിട്ട് പ്രൂഫൊന്നുമില്ല. വളരെയധികം അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ചിലർ പറയും ചില അസുഖങ്ങൾ വരുമെന്നൊക്കെ, പക്ഷേ ഒരു പ്രൂഫും ഇല്ല. കാരണം ഈ മരുന്ന് അത്രയധികം ആളുകളിൽ മില്യൺസ് ഓഫ് പീപ്പിളിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റുകളും ഒരു കാര്യമായ സൈഡ് ഇഫക്റ്റുകളും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു രക്തക്കുഴലിൻ്റെ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണെന്ന് ഡോക്ടർക്കും മെഡിക്കൽ ഡോക്ടർമാർക്ക് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ അത് കൺസിഡർ ചെയ്യണം, അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യണം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യണം ഡോക്ടറുമായിട്ട്. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പുതിയ എന്തെങ്കിലും മരുന്നുകളുണ്ടോ? ഗവേഷണം നടക്കുന്ന ഒരു ഏരിയ ആണ്. ഞാൻ പറഞ്ഞു സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന, അത് സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാമായിരിക്കും. സിംവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ, ഈ 3 സ്റ്റാറ്റിൻസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. ഞാൻ പറഞ്ഞു വളരെ സേഫ് ഡ്രഗ്സാണ്, വളരെ ഇഫക്റ്റീവ് ഡ്രഗ്സാണ്. ഒട്ടുമുക്കാൽ ആളുകളിലും ഈ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഒരു പരിധിവരെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേറെ ചില മരുന്നുകളുണ്ട്, ഫൈബ്രേറ്റ്സ് എന്ന് പറയും, പിന്നെ ഫിഷ് ഓയിലിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്, ഇങ്ങനെ പല മരുന്നുകളുമുണ്ട്. അത് സ്റ്റാറ്റിൻ്റെ അത്രയും ഇഫക്റ്റീവ് അല്ല ഈ മരുന്നുകൾ. അപ്പോൾ അതുകൊണ്ട് വേറെ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു 1-2 വർഷങ്ങളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത 5 വർഷത്തിനകത്ത് വേറെ പലതരം മരുന്നുകളും വരാനുള്ള സാധ്യതകളുണ്ട്. ഇഞ്ചക്ഷൻസ് ഉൾപ്പെടെ, എന്നാൽ മാസത്തിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉൾപ്പെടെ പല സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകളും വരാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട മരുന്നുകളാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. റിസ്ക് കൂടുതലുള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് ഇത് വരാൻ റിസ്ക് വളരെ ഹൈ ആയിട്ടുള്ള ആളുകളിൽ ഇത്തരം മരുന്നുകൾ വളരെ ഇഫക്റ്റീവായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നമുക്കുള്ള മരുന്നുകൾ ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ്. പ്രധാനമായിട്ടും സ്റ്റാറ്റിൻസ് ആണ്, പിന്നെ ഈ ഫൈബ്രേറ്റ്സ് എന്ന് പറയുന്ന മരുന്നുകളും, പിന്നെ ഈ ഫിഷ് ഓയിൽ പ്രിപ്പറേഷൻസും ഒക്കെയാണ്. അപ്പോൾ ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ടും അഡ്വാൻറ്റേജേ ഉള്ളൂ, കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. എല്ലാവർക്കും വെറുതെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ആ ഡിസ്കഷൻ ഉണ്ടായി, നമ്മൾ മരുന്നുകളെ പേടിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, വളരെ സേഫ് മരുന്നുകളാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ഉള്ള ആളുകളിൽ കൊളസ്ട്രോൾ വളരെ പ്രധാനമായിട്ട് തന്നെ എടുക്കണം. ഷുഗർ ഇല്ലാത്തവരെക്കാളും, ഷുഗർ ഇല്ലാത്ത ആളുകളിൽ കൊളസ്ട്രോൾ ഉള്ളപ്പോൾ അതിനെ നമുക്ക് കുറച്ചും കൂടെ ലഘുവായിട്ട് കാണാം. നമുക്ക് കുറച്ചും കൂടെ ഡയറ്റും എക്സസൈസിനും ഒക്കെ സമയം കൊടുത്ത്, നമുക്ക് റിസ്ക് അത്ര അധികം ഇല്ല എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടെ സമയമെടുത്ത് നമുക്ക് ചെയ്യാം. വെയിറ്റ് കുറയ്ക്കുന്നത് ഒരു വളരെ പ്രധാനമായ കാര്യമാണ്. ഞാനത് ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നില്ല. പലരും വെയിറ്റ് ഒബീസ് ആയിട്ടുള്ള ആളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുന്നതിന് ഈ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വളരെ വളരെ പ്രയോജനകരമാണ്. ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങളുള്ളവരിലൊക്കെ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കുമ്പോഴും എക്സസൈസും ഡയറ്റും ശരിയാക്കുമ്പോഴും ഇതെല്ലാം തന്നെ ബെറ്റർ ആവുകയാണ്. പക്ഷേ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ ഇത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ഡയബറ്റിസ് പോലെ ഒരു അസുഖം ഓൾറെഡി വന്നു കഴിഞ്ഞു, അതിനൊപ്പം പ്രഷറും ഉണ്ടാവാൻ സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അതിനൊപ്പം കൊളസ്ട്രോളും കൂടെ കയറുമ്പോൾ, 3ഉം കൂടെ ചേരുമ്പോൾ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് പെട്ടെന്ന് കൂടിപ്പോവുകയാണ്. അപ്പോൾ അത്തരം ഒരു അസുഖം, പ്രമേഹം പോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോള് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുകയും അതിനെപ്പറ്റി ഒരു മെഡിക്കൽ ഡോക്ടറുകളുമായിട്ട്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യണം. ഇതേക്കുറിച്ചായിരുന്നു ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എൻഡോക്രൈനോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ അരുൺ എസ് മേനോനാണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരിടവേള കൂടി. പാചകകലയിലെ വ്യത്യസ്ത രുചികൾ ആനിയുടെ പൊടിക്കൈയുമായി കൂട്ടിയിണക്കുന്ന അത്താഴ വിരുന്ന്. മലയാളികളുടെ പ്രിയ താരങ്ങൾ അവരുടെ വിശേഷങ്ങളുമായി ആനിക്കൊപ്പം ചേരുന്നു. രുചികരവും ആരോഗ്യപ്രദവുമായ വിഭവങ്ങളുടെ അടുക്കള. എനിക്ക് വേണ്ട പോഷകങ്ങൾ കംപ്ലീറ്റ് പണ്ടത്തെ സിനിമയിലൊക്കെ ആന്റിയുടെ സിനിമ ഇഷ്ടമാണോ? പക്ഷെ എന്നെ കണ്ടിട്ടില്ല. ആനി വർത്തമാനം പറയുന്നില്ലാണ് എനിക്ക്. വീട്ടമ്മമാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കുക്കറി ഷോ ആനീസ് കിച്ചൺ എല്ലാ ശനിയാഴ്ചയും രാത്രി 7 മണിക്ക്. ആനീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഷാജഹാനി ബിരിയാണി കഴിച്ചിട്ടുള്ളൂ കാര്യം.
ഉത്കണ്ഠാരോഗമായ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് കാരണമായ പ്രോട്ടീനെ കണ്ടെത്തി. SPRED2 എന്ന പ്രോട്ടീന്റെ അസാന്നിധ്യം OCDക്ക് കാരണമാകുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജർമ്മനിയിലെ ഗവേഷകർ എലികളിലാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത്. OCDയുടെ കാരണം ഇതുവരെ വ്യക്തമല്ലായിരുന്നു. ആദ്യമായാണ് ഇത് സംബന്ധിച്ച ഒരു സൂചന ലഭിക്കുന്നത്. തലച്ചോറിലെ കോശങ്ങളുടെ സിഗ്നൽ കൈമാറുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രോട്ടീനാണ് SPRED2. ഈ പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ സിഗ്നൽ കൈമാറ്റത്തിന്റെ വഴിയിലെ തീവ്രത കൂടുന്നതാണ് ഈ അവസ്ഥയിലേക്ക് നയിക്കുന്നത്. നിലവിൽ ആന്റി ഡിപ്രസന്റ് മരുന്നുകളാണ് OCDക്ക് നൽകി വരുന്നത്. ഈ കണ്ടെത്തലോടെ ചികിത്സാ രംഗത്ത് വഴിത്തിരിവുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഗവേഷകർ. പ്രധാന ആരോഗ്യ വാർത്തകൾ ഒരിക്കൽ കൂടി. മരുന്ന് വിൽപ്പനയ്ക്ക് പുതിയ മാനദണ്ഡം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. എല്ലാ മരുന്നുൽപാദകരും വിൽപ്പനക്കാരും വിവരങ്ങൾ ഓൺലൈനായി പുതിയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഹൃദയാഘാതവും പക്ഷാഘാതവും തടയുന്ന പുതിയ മരുന്ന് കണ്ടെത്തി. വിപ്ലവകരമായ കണ്ടെത്തലെന്ന് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ. ഉത്കണ്ഠാരോഗമായ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് കാരണമായ പ്രോട്ടീനെ കണ്ടെത്തി. ആരോഗ്യ വാർത്തകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrtv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrtv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.